വിനോദസഞ്ചാരികൾക്ക് ആദ്യം സൗദി ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇപ്പോൾ മാറ്റിയതായുള്ള വാർത്ത കുറച്ചു നാളുകൾക്ക് മുമ്പാണ് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ അവർ സൗദി ആരാംകോ എണ്ണ കമ്പനിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് വിനോദസഞ്ചാരികൾക്ക് സൗദിയിലേക്കുള്ള വിലക്ക് നീക്കിയത്. ഇതിലൂടെ വിനോദസഞ്ചാരത്തിന് ഏറെ ലക്ഷ്യമിട്ടിരുന്നു. ഇതിലൂടെ പണം കണ്ടെത്താനായിരുന്നു സൗദിയുടെ നിലപാടുന്നത്. അങ്ങനെ സൗദി ഇപ്പോൾ ലോക വിനോദസഞ്ചാരത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. ലോക വിനോദസഞ്ചാരികളുടെ ഇഷ്ട ലിസ്റ്റിൽ സൗദി അറേബ്യ ഇടം പിടിച്ചതായി സർവേ ഫലം വ്യക്തമാക്കുന്നു. ബ്രിട്ടൻ ആസ്ഥാനമായ അന്താരാഷ്ട്ര മാർക്കറ്റിംഗ് സർവേ ഏജൻസിയാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. തന്നെ ലോകതലത്തിൽ 5-ൽ ഒരാൾ തങ്ങളുടെ അവധിക്കാലം ചെലവഴിക്കാൻ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി സൗദി അറേബ്യയെ തിരഞ്ഞെടുക്കുന്നതായി സർവേ റിപ്പോർട്ടിലെ ഫലം വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിംഗ് സർവേ ഏജൻസിയായ യുഗോവാണ് സർവേ ഫലം പ്രസിദ്ധീകരിച്ചത്. അമേരിക്ക, ചൈന, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10,000-ഓളം പേരെ ഉൾപ്പെടുത്തിയാണ് സർവേ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇവരിൽ 5-ൽ ഒരാൾ വിനോദസഞ്ചാര ലക്ഷ്യത്തോടെ സൗദി അറേബ്യ സന്ദർശിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായും വിനോദസഞ്ചാരികളിൽ 22% പേർ കഴിഞ്ഞ 5 വർഷത്തിനിടെ സൗദിയോട് പ്രിയം കാണിച്ചു വരുന്നതുമായാണ് പഠന റിപ്പോർട്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത് തന്നെ. ഇതിനിടയിൽ സൗദി വിനോദസഞ്ചാര പൈതൃക കമ്മീഷൻ രാജ്യത്തിന്റെ വിവിധ സഞ്ചാര മേഖല ലോക ടൂറിസ്റ്റുകൾക്കായി തുറന്നു നൽകിയത് ഇവരുടെ താല്പര്യം വർദ്ധിക്കുന്നതിന് ഇടയാക്കിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ടൂറിസം വിസ അനുവദിച്ചത് മുതൽ ചൈന, ബ്രിട്ടൻ, മലേഷ്യ, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സൗദി അറേബ്യയിലെത്തിയത് തന്നെ. ഇവരെ പ്രധാനമായും ആകർഷിച്ചത് രാജ്യത്തെ ചരിത്ര സ്ഥലങ്ങളാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ജിദ്ദയിലെ പുരാതന നഗരമാണ് കൂടുതൽ പേരെ ആകർഷിക്കുന്നതെന്നും സർവേയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ചൈനീസ് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നത് പൗരാണിക ഗ്രാമമായ അൽ ഉലയാണെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന 22ാമത് അറബ് ലീഗ് ടൂറിസം മന്ത്രിതല സമ്മേളനത്തിൽ യുഗോവിന്റെ സർവേ ഫലം സൗദി അറേബ്യ അവതരിപ്പിച്ചിരുന്നു. സൗദിക്ക് പുറമെ അറബ് മേഖലയിലാകെ വിനോദസഞ്ചാര അഭിവൃദ്ധിക്ക് ഈ കണ്ടെത്തലുകൾ സഹായം ചെയ്യുമെന്ന് സമ്മേളനം വിലയിരുത്തുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.